നമസ്കാരം. നമ്മൾ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള എന്നൊക്കെ പറഞ്ഞ് കളിയാക്കത്തില്ല ചില ആൾക്കാരെ പറ്റി. കാരണം പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇവർക്ക് ഒരു പിടിയില്ല, ഇവർക്ക് അറിയാൻ ആഗ്രഹവും ഇല്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ഞാനിത് പറഞ്ഞു തന്നല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഒരു സ്ത്രീയും കുട്ടികളും ഭർത്താവിൻ്റെ മരണശേഷം നാട്ടിൽ വരികയും അവർക്ക് ഭർത്താവ് ചേർന്ന ചില പോളിസികൾ കുറച്ച് കഴിഞ്ഞപ്പം അവർ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ സമയമായപ്പം കിട്ടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന കുറേ കമൻറ്റിനകത്ത് ചില കമൻറ്റുകൾ, അതായത് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, LICക്ക് ബൂസ്റ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇത് വെറും തട്ടിപ്പാണ്, ഇങ്ങനെയൊന്നും പോളിസികളില്ല എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കമൻറ്റുകളിൽ. അപ്പോൾ ഇവർ ചില ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ വെറുതെ കള്ളത്തരം പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളിപ്പം നിങ്ങൾക്കറിയാവുന്ന ചില പോളിസി ഞാൻ LIC, എല്ലാവരും പോളിസി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നത് LIC മാത്രമല്ല ലോകത്തിൽ പോളിസികളുടെ. പല ബാങ്കുകളും പലതരത്തിലുള്ള കൊളാബ് ചെയ്തിട്ടുള്ള പല പോളിസികൾ കൊടുക്കുന്നുണ്ട്, പല ഹെൽത്ത് ഇൻഷുറൻസുകൾ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും നാട്ടിൽ പോയി ഒരു ഓപ്പറേഷന് വിധേയമായി ഏതാണ്ട് 6 ലക്ഷം രൂപയോളം അവർക്ക് ചിലവായെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആകെ പോയത് 4000-5000 രൂപയും കണ്ടേ ഉള്ളൂ. ബാക്കി മുഴുവനും പോളിസി കവർ ചെയ്യുമായിരുന്നു. അവർക്ക് ഒരു വർഷം എനിക്ക് തോന്നുന്നു 25,000-30,000 രൂപയെ വർഷം അടയ്ക്കുന്നുള്ളൂ ഈ പോളിസിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് ഒരു ആവശ്യം വന്നപ്പം അത്രയും രൂപ കിട്ടുകയാണ്. അങ്ങനെ പല 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 പോളിസികളുണ്ട്. ഇപ്പോൾ ചില പോളിസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം അടച്ചാൽ മതി, ഒറ്റ പ്രാവശ്യം. അത് കഴിഞ്ഞ് 10 വർഷം വെയിറ്റ് ചെയ്യുമ്പം 11ാമത്തെ വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 5 വർഷം അടച്ചാൽ മതി, അല്ലെങ്കിൽ 3 വർഷത്തിൽ. ഇപ്പോൾ ഒക്കെ മാസം അടയ്ക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം 2-3 വർഷത്തേക്ക് ഒറ്റ പ്രാവശ്യം, ഓരോ വർഷം, ഇപ്പോൾ ഒരു വർഷം ഒരു പ്രാവശ്യം അടയ്ക്കുക, അങ്ങനെ 5 പ്രാവശ്യം അടച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പല തരത്തിലുള്ള പോളിസികളുണ്ട്. ഇത് മാത്രമല്ല, ഈ പോളിസി നമ്മുടെ പേര് മാത്രം തുടങ്ങണം നമുക്ക് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് തുടങ്ങാം, ഭാര്യയുടെ പേര് തുടങ്ങാം, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ പേര് തുടങ്ങാം. ആരുടെ പേരിലാണോ തുടങ്ങുന്നത് നമ്മൾ അടയ്ക്കുന്നു, ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നു. ഇനി നമ്മുടെ പേര് തുടങ്ങണോ, നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഒത്തിരിയും പോളിസികളുണ്ട്. അപ്പോൾ ഞാൻ ഈ വ്യക്തികളോട് ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴൊന്നും ഇവരിതിനെ ഒരു രീതിയിൽ അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്നത് അങ്ങനൊന്നും ഇല്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്, നിങ്ങളെടുത്ത് ജസ്റ്റ് മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെ പോളിസി ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർ ശ്രമിക്കുന്നില്ല. അവരപ്പോഴും കിടന്ന് വാശി പറയുന്നത് നിങ്ങൾ വെറും കള്ളത്തരം പറയാണ്, മറ്റേയാണ് മാടയാണ്. ഞാൻ പറയുന്നത്, ഈ 2025 എന്ന സമയത്ത് ഇത്രയും ബോധമില്ലാത്ത ജനങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും ഇതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമം തന്നെ, ഒരുത്തൻ നന്നായിട്ട് പഠിത്തമുള്ളൊരുത്തനാണ്, എന്നിട്ട് പോലും അയാൾ ഈ പറയുന്ന കാര്യത്തെ, കാരണം പറയുന്ന കാര്യത്തെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, മാനസിക ബുദ്ധിമുട്ട്, ഫ്രസ്ട്രേഷനൊക്കെയാണ് ഈ കമൻറ്റുകളൊക്കെ കാണിക്കുന്നത്.